ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങയും ക്യാരറ്റും വെച്ചിട്ടുള്ളൊരു ബർഫിയാണ്. ദീപാവലി ആയിട്ടൊരു സ്വീറ്റ്. ഇതിന് ഒരു മീഡിയം സൈസ് തേങ്ങ കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിൻ്റെ ബ്രൗൺ പാർട്ട് എടുത്ത് കളഞ്ഞ് വെള്ളം മാത്രം എടുത്തിട്ടുള്ളതാണ്. ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്ത് കൊണ്ടുവരണം. വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്താൽ മതി. ഇതുപോലെ വേണം. ഇതുപോലെ ആയിരിക്കും. തരതരങ്ങനെ ഉണ്ടാവും. അതിനെ പറ്റി കുഴപ്പമില്ല. അതിങ്ങനെ തന്നെ വയ്ക്കുക. എന്നിട്ട് ഒരു പാൻ ചൂടാക്കാൻ ഗ്യാസിൽ വെച്ചിട്ട് അതിൽ ഒരു ക്യാരറ്റ് കദ്ദൂകസ് ചെയ്തത്, അതായത് ചീകിയെടുത്തത്, അത് അരക്കപ്പ് ഉണ്ടാവും. അത് ഫ്രൈ ചെയ്തെടുക്കുക. വെറുതെ എണ്ണയൊന്നുമില്ലാതെ ഡ്രൈ റോസ്റ്റ് ആക്കിയിട്ട് ചെയ്തെടുക്കുക. ഈ മിഠായി പെട്ടെന്ന് ആവും, 10 മിനിറ്റിലാവുകയും ചെയ്യും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. കുട്ടികൾക്കൊക്കെ നല്ലതുമാണ്, പൗഷ്ടികമാണ്. ക്യാരറ്റൊക്കെ കഴിക്കാത്ത കുട്ടികളും ഇത് കഴിക്കും. 2-3 മിനിറ്റിന് ഫ്രൈ ചെയ്താൽ മതി. ഇതായിട്ടുണ്ട്. ഇതിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം നമ്മൾക്ക്. ഇനി ആ കടായിൽ തന്നെ, ആ പാനിൽ തന്നെ ഒരു സ്പൂണ് നെയ്യ് ഇടണം. ഒരു ടേബിൾ സ്പൂൺ നെയ്യ്. ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ടിട്ട് ആ തേങ്ങ വറുക്കാൻ ഇടണം. അതിൽ മിക്സിയിൽ നമ്മൾ ക്രഷ് ചെയ്ത തേങ്ങ അതിൽ മീഡിയം ഗ്യാസ് വെക്കണം. സ്ലോ ഒരു മീഡിയം, അല്ലാണ്ട് ഹൈ ഫ്ലെയിം വെക്കരുത്. ഇതെൻ്റെ അനിയത്തിൻ്റെ മോള് പറഞ്ഞുകൊണ്ടാണ് ഞാൻ മലയാളത്തിൽ പറയണത്. എനിക്ക് ഞങ്ങൾ എന്താ പറയുക, ഹിന്ദിയിലാണ് എടുത്തിരുന്നത്. അത് മലയാളം അവർക്ക് മനസ്സിലാവാത്തതുകൊണ്ട് മലയാളത്തിൽ പറയാൻ പറഞ്ഞതുകൊണ്ട് മലയാളത്തിൽ പറയുകയാണ്. നന്നായിട്ട് മീഡിയം സ്ലോ ഗ്യാസിൽ ഇങ്ങനെ വറുത്തിട്ട് നല്ല സ്മെല്ല് വരും. ഇത്തിരി കളറ് ചേഞ്ച് ആവും. ആ നേരം ഇത് മാറ്റണം. അതുവരെ ഫ്രൈ ചെയ്യണം. ഇത് ഈസി ഓർ ടേസ്റ്റി സ്വീറ്റാണിത്. ആരെങ്കിലും വരുന്നുണ്ടെന്ന് കണ്ട ഗസ്റ്റ് വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാം. അത് തേങ്ങ വറുത്ത് കഴിഞ്ഞ് അതും ഈ ക്യാരറ്റിൻ്റെ തന്നെ പാത്രത്തിലേക്ക് ഇടാം. ഇതേ പാൻ ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാര ഇടണം. മധുരം കൂടുതലും കുറവും വേണ്ടവർക്ക് കൂട്ടിയും കുറച്ചൊക്കെ വെക്കാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടത്തിന് മധുരം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കണ്ട. തനിയെ ചൂടാവുമ്പോൾ ഷുഗർ കാരമൽ ആവും. തനിയെ പഞ്ചസാര അലിയാൻ തുടങ്ങും. പഞ്ചസാര അലിഞ്ഞു തുടങ്ങി. നന്നായി അലിയേണ്ട ആവശ്യമില്ല. ഇതേ ഒരു പരുവാകുമ്പോഴേക്ക് നമുക്ക് അരച്ച് വെച്ച തേങ്ങയും വറുത്ത് വെച്ച തേങ്ങയും ക്യാരറ്റും ഇതിൽ മിക്സ് ആക്കാവുന്നതാണ്. മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് ഇളക്കണം. അതിലൊരു 1/2 സ്പൂണ് ഏലക്കായി പൊടിച്ചതിടണം. എന്നിട്ട് ഈ തേങ്ങയും ക്യാരറ്റും കൂടി ഉള്ളത് അതിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ പഞ്ചസാര ബാക്കിയുള്ളതും കൂടി അലിഞ്ഞ് ഈ തേങ്ങയും ക്യാരറ്റിലും ചേർന്ന് നല്ല ടേസ്റ്റായിരിക്കും കഴിക്കാൻ. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ പഞ്ചസാരയൊക്കെ എല്ലാ തേങ്ങയുടെയും ക്യാരറ്റിൻ്റെ എല്ലാം കൂടി മിക്സായിട്ട് നല്ല ഇതിൽ വരും. എല്ലായിടത്തേക്കും ആവും. കണ്ട കളറൊക്കെ മാറി നല്ല ഓറഞ്ച് കളറായി. എല്ലായിടത്തേക്കും പഞ്ചസാര ചേർന്ന് പിടിച്ചിട്ടുണ്ട്. നല്ല കാണാനും നല്ല കളറായിട്ടുണ്ട്. ഇനി ഗ്യാസ് നിർത്താം. ഗ്യാസ് നിർത്തിയിട്ട് ഒരു പ്ലേറ്റിൽ ഞാൻ ബട്ടർ പേപ്പറിൽ നെയ്യ് ഒഴിച്ചിട്ട് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഈ മിക്സ്ചർ മൊത്തമായിട്ട് ഇടാം. ഇട്ടിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്യണം.
ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് എണ്ണ തടവിയിട്ട് അതുകൊണ്ട് ഇങ്ങനെ അമർത്തിയിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്യണം. നന്നായിട്ട് അമർത്തണം. അമർത്തി സെറ്റ് ചെയ്തതിന് ശേഷം തണുക്കാൻ വയ്ക്കുക. ഒരു പ്രാവശ്യമെങ്കിലും വീട്ടിൽ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് കമൻറ്റിൽ അറിയിക്കുക. തണുത്തിട്ടുണ്ട്, 10-15 മിനിറ്റായി തണുത്തിട്ടുണ്ട്. ഇതിന് കട്ട് ചെയ്യേണ്ട ഡിസൈനിൽ ലൈൻ ഇട്ട് വെക്കുക. ഏത് ഡിസൈനിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യണോ, ഞാൻ സ്ക്വയറിലാണ് കട്ട് ചെയ്യണത്. നിങ്ങൾക്ക് ഡയമണ്ട് ഷേപ്പിലും കട്ട് ചെയ്യുക. നിങ്ങളെ ഇഷ്ടത്തിന് കട്ട് ചെയ്യുന്ന ലൈൻ ഇട്ടിട്ട് കണ്ടില്ലേ, ലൈൻ ഇട്ടിട്ട് ഇനി 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിന് ശേഷം എടുക്കണം. നല്ല ടേസ്റ്റിയായ ബർഫി തയ്യാർ. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. ഇതൊരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കിയതിന് ശേഷം കമൻറ്റിൽ അറിയിക്കുക എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ, താങ്ക് യു. Like, share and subscribe and hit the bell icon to know when my grandma is online.